ഒരു കാര്യം പറയട്ടെ. അതെ, ഈ രാജലക്ഷ്മിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാ ഈ പെങ്കൊച്ച്. വൈപ്പിന്ന് ഇങ്ങോട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നോ? ചേച്ചി മോള് വന്നില്ലേ? മോള് വന്നില്ല, അവള് പഠിക്കാൻ പോയേക്കണോ? ഇവിടെ ഒരു കാര്യമാണ് ഞാൻ പിന്നെ പറയണ്ട. അതെ, ഈ കൊച്ചിന് എയർപോർട്ടിലല്ലായിരുന്നോ ജോലി? അതിവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നപ്പോഴേ ആ രാജലക്ഷ്മി വിളിച്ചെടുത്താന്നേ. അങ്ങനെ പറഞ്ഞു. ഞാനും വിചാരിച്ചു ഈ കിഴങ്ങനെ ഇങ്ങനെ ഇത്രയും നല്ല പെങ്കൊച്ചിനെ കിട്ടിയെന്ന്. ആ പെങ്കൊച്ചിന്റെ വീട് അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാന്? കമ്മിറ്റി കഴിഞ്ഞെങ്കിൽ മാറി തരൂ. വീട്ടുകാർക്കൊന്നും വേറെ പണിയില്ല. പിന്നെ ഇതെന്തേ തപ്പുന്നേ? എവിടെ പോയി? ഹോ, കാണ്ടായപ്പോ പേടിച്ചു പോയി. അനിയേ, ഇങ്ങനൊക്കെ നടന്നാ മതിയടാ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? സുധേച്ചിക്ക് ഒരു മോളല്ലേ? ആ, അതിന് അവളെനി കെട്ടിച്ചേരും? ഇല്ലല്ല, എന്നാ കേട്ടെ. ഇവരുടെ നമ്മൾ ഉറപ്പായിട്ട് വിളിച്ചോടി പോകും. ഇവരുടെ നീ പോയി പപ്പടം മറക്കാൻ നോക്ക്. ഓ ശരി, ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. അയ്യോ, ഇത് ഇന്നത്തേക്കാണ്. എന്തായാലും ജോലി ഏൽപ്പിക്കാന്ന് വിചാരിച്ചാൽ അതെല്ലാം കൂടെ എന്റെ തലേക്ക്. വേണ്ട, നിന്റെ അഴിയട്ടെ. ഇറക്കുമല്ല, കേറ്റുവാണല്ലേ. എന്റെ പൊന്നനിയെ നിന്നെ സമ്മതിക്കണട്ടോ. എന്റെ പരിപാടി കഴിഞ്ഞിട്ടോ, കയറിക്കോ. അത് പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ ബാറ്റിന് അടി കൊണ്ടതാ. ഇത്രയും വളയുള്ളൂ, എടുത്തോ. സെറ്റായിക്കോ? റെഡി? ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ലേഡീസ് ഇതെന്ത് വളയാത്തത്? അതെ, സിംഗിൾ എടുക്കണം പറഞ്ഞില്ലേ, സിംഗിൾ എടുത്തോട്ടാ. അമ്പിളിപ്പോ വരാട്ടാ. വന്നേ, ഇവിടെ നിന്നേ. ഇപ്പൊ എന്തൊട്ടിനും കൂടെ വന്നത്? നീ കുറച്ച് കാശ് അമ്മാവനെന്ന് പറഞ്ഞു വിടണം. ഏതമ്മാവൻ? ഏതമ്മാവനാ? നിനക്ക് ചെറുപ്പത്തിലേ കീ കൊടുക്കുമ്പോ തിരിയണ കുറങ്ങനെ തന്ന അമ്മാവൻ ഓർമ്മയില്ലേ? അതൊന്നും മറക്കരുതരാ. ആണല്ലേ? അമ്പിളി നോക്കണ്ട? അമ്പിളി മുമ്പിളി നോക്കണില്ലേ, അത് കാശ് കൊടുത്തേ. കൊണ്ടുപോയി കൊരങ്ങനെ അമ്മാവന് കൊടുക്കണേ. ആ കൊരങ്ങനെ കുടിക്കാനുള്ള കാശ്. അതെ, അളിയൻ എന്ത് പരിപാടിയാണ് വീടിന്റെ ഫ്രണ്ടിൽ കാണിച്ചു വെച്ചേക്കണത്? ആ ഫ്ലെക്സും തൊട്ടത് എല്ലാവരുടെ വിളിയാന്ന് പറഞ്ഞാ അത് അളിയന് മനസ്സിലാവാണ്ടാണ്, അളിയനെ കളിയാക്കണതാണ്. അമ്പിളിക്ക് ഭയങ്കര ഹേർട്ടായി, ഞാനാക്കി തകർന്നു പോയി. നമ്മുടെ അല്ല, എന്റെ അമ്പിളിക്ക്. നോക്കടാ അമ്പിളിയുടെ ഹാപ്പി. ഞാൻ നോക്കിട്ട് നീ മാത്രം ഹാപ്പി അല്ലാത്തോളാ. അതിന്റെ ചിരി കണ്ട പോവാന്ന് തോന്നൂടാ. അയ്യോ, ആ കുരങ്ങച്ചന്റെ മന കാശ് കൊടുക്കണ്ടേ? അയ്യോ, മറന്നു. ജസ്റ്റ് മിസ്. ശരി. അവര് ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് മുകളിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? ഓ, അതാ ഒരു ആശ്വാസം. പക്ഷെ ഏത് സമയത്താണോ ഒരു വയ്യാവേലി കയറിയാന്ന് പറയാൻ പറ്റില്ലല്ലോ. കല്യാണ ചക്കൻ അവിടെ? അവരാ ടെറസിലുണ്ട്. ഉണ്ണി എവിടെ? ഉണ്ണി നമ്മുടെ ഉണ്ണിയാണോ? പുള്ളി അകത്തുണ്ടാവും. അങ്ങനൊന്നും ഇല്ലെന്ന് അത് ആൾക്കാർ വെറുതെ പറഞ്ഞ. രാവിലെ വന്നു. അല്ല ചേച്ചി, ചേച്ചിക്ക് ആള് മാറിയതാ. ഇത് പിന്നെ എന്താ?
അതെ ഇവിടെ നിൽക്കണ്ട ആദ്യം അമ്മയെ കഴിച്ചാ ഇല്ല. ഇപ്പൊ നോക്കോ കസാരയില് ഹലോ പോട്ടെ പോട്ടെ. കഴിച്ചാ എന്തൊട്ട സാധനല്ലേ അതെ നമ്മുടെ നാടൻ മലയാളി വാറ്റ് സെയിമന്നെ. ആ അതെ നിങ്ങൾ ഈ അടിക്കുന്ന കൂട്ട് കാവട്ട സാധനമൊന്നും അല്ലത്. ആൽക്കഹോൾ കണ്ടന്റ് എത്രയാണെന്നറിയാവോ? എത്രയാ? 65%. അപ്പൊ കുറച്ചടിച്ചാ മതി. ആ കുറച്ചടിച്ചാൽ മതി. ഗ്ലാസും വെള്ളം എടുത്ത് കുറച്ച് അടിച്ചേക്കാം. ഞാനിതൊന്നും ഒളിപ്പിക്കട്ടെ. ഓരോന്ന് അടിച്ചിട്ട് ഇപ്പൊ വേണ്ട. എന്തൊരു കേസ് അറിയോ? നമ്മുടെ കുടുംബക്കാർ മാത്രല്ല പുറത്തുനിന്ന് വന്നേക്കല്ലേ നാണക്കേടാവും. എന്നാ വേണ്ട ഓരോരോ ചെറു ഭക്ഷണത്തിന് മുന്നേ നമുക്ക് പോവാം. പുറത്തുനിന്ന് ആൾക്കാർ വന്നാൽ തന്നെ നമ്മുടെ ആൾക്കാരുടെ നമുക്ക് പ്രശ്നമില്ല. ഒരു ചെറുത് 30 കിലോ ഭക്ഷണത്തിന് മുന്നേ ഓർമ്മ അടിക്കുന്ന ഡോക്ടർ പറഞ്ഞായിരുന്നു. അതൊക്കെ എനിക്കറിയാം. ഇതൊന്നും ഒളിപ്പിച്ച ഞാൻ പറയാം. എന്താ ബാത്റൂമിൽ വല്ലതും പോവാനായിരിക്കും. അതാ അല്ലാതെ ആരവരെ ഒരു കാലെടുത്തേ. വേണ്ട ഡയറ്റിംഗ് വലിയ പീസ് നോക്കിയിട്ട്. കഴിക്കൂ. മതി മോനെ കഴിക്ക്. TP സിമി അല്ലേ? എന്നെ മനസ്സിലായോ? ഇല്ല. ചേട്ടാ ഒന്ന് വേഗം നടന്നേ, വെള്ളമൊക്കെയുണ്ടത്. അമ്പിളിക്ക് ഇഷ്ടായോ? എന്ത്? ഇവിടുത്തെ വീടും പരിസരവും നിഷ്കളങ്കരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ. 5:10 എത്തിയാതാ. അമ്പിളിക്ക് എയർപോർട്ടിൽ ജോലിയായ കാരണം ഫ്ലൈറ്റിന്റെ സൗണ്ടൊക്കെ ശീലമായി കാണൂലേ? കേട്ടമ്പിളി, എനിക്കും ഒരു പൈലറ്റ് ആകണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ ഇവന് വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. UK-ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അമ്പിളിയായി ഇനിയിപ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലേ, പുതിയ ബന്ധുക്കളൊക്കെ ആയല്ലോ. ആരും ചിരിച്ചില്ല മാവ, ചമ്മിപ്പോയി. മോനെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കണേ മോനെ. ജീവിച്ചിരിക്കണേ നോക്കാം മാവ. വിട് വിട്. അയാൾ നമ്മുടെ ചക്കനെ കൊല്ലോ. ഇവരുടെ കൂട്ടത്തിലൊരു അമ്മാവനില്ലായിരുന്നോ? നിങ്ങളെങ്ങനെ അയാളെ കുടിപ്പിച്ച് കൊന്നോ? നീ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. എന്നാ പിന്നെ ഇറങ്ങാം. മരുമോനെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചുറുചുറുക്കുള്ള പയ്യനാ. അവന് എന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ. നീ പോയില്ലേ? നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതെ കുറച്ച് കാര്യങ്ങളോട് സാധനം അവിടെ ഇരിക്കുമല്ലേ? അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിക്കും. റെസ്റ്റ് എടുത്തോ. അല്ല ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോ? അല്ലാന്ന് അവിടെയൊക്കെ ആൾക്കാരൊക്കെയാണ്. റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ വിളിക്കും. അല്ല ഞാൻ അടിച്ചു വിളിക്കൂട്ടാ. സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ 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 കേട്ടോ കേട്ടോ. എടുത്തോ 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 എടുത്തോ. ഓക്കെ ഓക്കെ പോയി കിട്ടി വന്നാകും. അടുത്ത ഇനി പന്തൽ പന്തൽ നോക്കി നോക്കി. ഈ ഇടയിലുള്ള ഒന്നും കത്തണല്ലോ. മഴ പോയി നോക്കാം, ഊര് നോക്കാം. നിങ്ങൾ ഇതും കൊണ്ടെങ്ങോട്ടാണ്? ആ ടർസിൽ പോവാ. അവിടെ പരിപാടി എടുത്ത് കള്ളല്ലത് പോവാണ്.
പോവാ പറ്റിച്ചാണെങ്കില ഉണ്ണികളിയാണ് പറ്റിക്കും പറയാൻ പറ്റൂല അതെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ല ഒന്ന് കവർ ഓർന്ന് കാണിച്ചിട്ടില്ല പോടാ എൻ്റെ ഒരു സമാധാനത്തിനാണ് ഒന്ന് പോയി ഇറക്ക ചേച്ചി അളിയനോ അകത്തുണ്ട്. ആ അളിയാ ആരത് അവിടെ പോയി കളിച്ചടാ രണ്ടു ചേട്ടാ സെറ്റല്ലേ എല്ലാം സെറ്റ് എന്താ കളിയത്? പൂവ് 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 ആ പൂവും വേണ്ട പൂന്തളിരും വേണ്ട ഉള്ളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പരിപാടി തുടങ്ങണല്ലോ. ആളി ഒന്ന് പുറത്തിറങ്ങിയൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഡെക്കറേഷൻ ഉണ്ട്. അളിയാ ഡെക്കറേഷൻ ബില്ല് വെച്ചോ. സുഗന്ധി ഫ്ലവേഴ്സ് കല്യാണഹാരം മുല്ലപ്പൂ റബേക്ക ബൊക്കെ 16,500 രൂപയെ കാശിറക്കിയുള്ള പരിപാടി എന്റെ കാശല്ലേ? ആരെ കാശായാലും പരിപാടികൾ അതാണോ അല്ലേ? 16,500 രൂപയ്ക്ക് ഈ പൂവും പൂക്കലേക്ക് സെറ്റ് ചെയ്ത സമയത്ത് കുറെ കുപ്പി എടുത്ത് വെച്ചിരുന്നെങ്കിലോ? നാളെ ക്രിസ്മസ് ആണ്, ബിവറയിൽ അടുക്കാൻ പറ്റൂല. പോയി കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. വന്നമ്മേ. അളിയനെ അറിയാലോ, അച്ഛന്റെ സ്ഥാനത്തല്ല ഞാൻ അളിയനെ കാണുന്നത്. ആകെയുള്ള ഫസ്റ്റ് നൈറ്റ് ആണ്, കൊളാക്കരുത് പ്ലീസ്. ചിക്കൻ ഫ്രൈ എടുത്തു. നീ നടക്ക്. എന്റെ കൺമണി കൺമണി അല്ല സിമി പാഴ്സലല്ലേ? സിമിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. സിമിയുടെ കല്യാണം കഴിഞ്ഞോ? ഇതെന്റെ മോനാ. മോനോ? ആ എന്താ മോന്റെ പേര്? ശരൺ. ശരൺ, നൈസ് നെയിം. പണ്ട് തുരുത്ത് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് സംഘനൃത്തം ചെയ്തിട്ടുണ്ട്. നമുക്കായിരുന്നു ഫസ്റ്റ്. സിമിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. ടി വിയിലുണ്ടായിരുന്നു, മുട്ടം വൈറലായിരുന്നു. പിന്നെ ഫസ്റ്റ് റൗണ്ട് തന്നെ പോയില്ലേ? അവന്റെ ശൃംഗാരം കൂടെ പഠിച്ചതാ, കൂട്ടുകാരിയാ, ക്ലോസ് ഫ്രണ്ടാ. അവിടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ക്ലോസ് ഫ്രണ്ട് എന്ന് വന്നേ വാ. ഈ വാർപ്പെടുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ടെന്ന് വെച്ചേ. ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഈ വാർപ്പെടുക്കാൻ വേണ്ടി ഞാൻ 4 വരെ വിളിക്കാൻ പോവല്ലേ? പന പോലെ വളർന്നില്ലോ, നിന്നെ കൊണ്ട് സാധിക്കും. ഇങ്ങോട്ട് വാ. നിങ്ങൾ പിടിച്ചേ. ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം കേട്ടോ. ഇതെന്താ ഉണ്ണികളി എത്ര നീളം? നീളം വേണ്ട, പിന്നെ ഇത് പൊങ്ങി നിക്കണല്ലോ. അത് പരിചയക്കുറവുണ്ടാ. എന്താ മോളെ? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. അയ്യോ, ബാത്റൂം ഇവിടെ അല്ലല്ലോ, അവിടെയാണ്. കുത്തിപ്പൊക്കി നിർത്തിയല്ല. ഡ്രസ്സൊക്കെ അമ്മയായിരുന്നു. എന്താടാ ഇവിടെ? ഇവിടെ ചെറിയ ഡെക്കറേഷൻ പരിപാടികൾ. ഇതെന്താ ഇവിടെ കലാപരിപാടി? ഇവിടെ നമ്മുടെ അളിയന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നു. സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇത് 2 സൈഡ് മടക്കി ഒരേ രീതിയിലുള്ള 2 അരയന്നക്കുട്ടന്മാർ റെഡി ആയിട്ടിരിക്കുന്നു. ഇതാണോ നിങ്ങൾ അരയുന്നത്? അല്ല, ഇത് ഉണ്ടാക്കിയപ്പോ അരയുന്നായിരുന്നു, ഇപ്പൊ ഇത് പൊങ്ങിക്കണം. അല്ല, ഇൻസുലേഷൻ എന്തിനാണ്? പിടിച്ചിട്ട് പോയടാ. അരയനെ പൊളിഞ്ഞ ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്താണ് ഓക്കിന് എല്ലാ ഓക്കിന്? പിന്നെന്താ? എന്നാ ടെറസിപ്പി ഒരെണ്ണം അടിക്കാം. മോളെ ഈ റൺവേ കണ്ട? ഇതൊക്കെ പണ്ട് ഇഷ്ടികളായിരുന്നു. പഴയ ഓർമ്മകൾ, വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് ഒളിച്ച് താമസിക്കുക. മൊത്തത്തിൽ വിഷയമായിരുന്നു. ടോമിയുടെ വീട്ടിൽ കോംപ്രമൈസ്. അത് കഴിഞ്ഞ് ഞാനും മുട്ടസിപ്പിയും കൂടി വരുന്നു. മഞ്ഞപ്ര അരമന ഭാഗത്തി പോകുന്ന ഒരു 1.5 അടിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, കച്ചറകളാണവിടെ, ഇവനടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു നീ അടിച്ചോ, ഞാനില്ലാന്ന് പറഞ്ഞു. ഇവൻ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, ഇവനെ കാണാനില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ നമ്മുടെ ആശാനെ എയർമ നിർത്തിക്കുക 10 12 പേര്. അവിടെ നിന്നൊരു 10-15 മിനിറ്റ് ഞാനും മുട്ടസിപ്പിയും കൂടിയിട്ട് ചൂട്ടപാട. എല്ലാവരും പറന്നോടി. ചേട്ടന്മാരാണോ ഓടിയത്? അവരോടി, മനസ്സിലായ? ഓ
ഹലോ ഉണ്ണിയെ തുടങ്ങാറായോ? ഇവിടെ സെറ്റ് ആവണല്ലോടാ. ആ ഇവിടെ നല്ല ലൂബിക്ക ഉപ്പിലിട്ട തിരിപ്പുണ്ട്, എടുക്കട്ടെ? ടച്ചിങ്സ് അടിക്കാം. എടുത്തോ. അതെ, വിളിക്കുമ്പോൾ കേട്ടാ മറക്കരുത്. ഓക്കെടാ. എടി ഒരു കവറിങ് എടുത്തേ. ആരളിയാ? മറ്റേ അമ്മ സ്വർണം വെക്കാൻ ഫ്രിഡ്ജിലോ? അല്ല, എവിടെയാ വെക്കണ്ടേ? റൂമിൽ ഷെൽഫില്ലേ, അതിൽ കൊണ്ടുവച്ചാൽ മതി. ആ ശരി. കുത്തി കറങ്ങാലോ. അതെ, അവൻ നിന്നോട് സാരി ഉടുക്കാൻ പറഞ്ഞതാ. നിന്റെ കുത്തി കറക്കം ഇപ്പൊ കാണിച്ചു തരാട്ടാ. കള്ളൻ. ഒന്നുമില്ല പൊന്നു, ഒന്ന് മാറിയേ. അമ്പിളി, ഞാൻ നേരത്തെ സാരി ഉടുക്കാനാണ് പറഞ്ഞത്, മനസ്സിലായോ? മനസ്സിലായി. ദേ സാരി. എന്റെ ഭാഗ്യം. കണ്ട ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമുണ്ടാവിന്. പെണ്ണ് കിട്ടിയപ്പോ പ്രാന്തങ്ങനെ ആക്കണോ? സ്വന്തം കൊച്ചിനെ വേറൊരാളെ കൊണ്ട് പ്രസവിപ്പിച്ചിട്ട് അത് സ്വന്തം കൊച്ചാന്ന് പറയുന്നതിൽ എന്ത് ന്യായമിരിക്കുന്നു? അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിനെയാണ് പറയുന്നത് സരോഗസി എന്ന്. സരോജിനി ചേച്ചി, ഞാൻ നയൻതാരയുടെ ഭാഗത്താ. നയൻതാര ചെയ്തത് തെറ്റായിട്ട് പറഞ്ഞു തന്നെയാ ശരി. നയൻതാരാണ് ഇവിടുത്തെ വിഷയം. അല്ല, നിനക്ക് ഇവിടെ ഒരു പെണ്ണാലോചിച്ചോണ്ടിരിക്കുന്നു. നേരത്തെ മോളുടെ കാര്യം പറഞ്ഞു, അവളെ ഞാൻ കെട്ടിക്കോളാം. ഇതാ ഞാൻ പറഞ്ഞത്, ചെറുക്കൊരു പന്ന ചെറുക്കനാണ് ഇവൻ. ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. അതല്ലേ ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിക്കോളാം. മിണ്ടാണ്ടിരിക്കോ, ഇനിയെങ്കിലും അവനൊന്ന് വെറുതെ വിടും. എന്താ എന്താ കൈ വിളിക്കില്ലേ? ടെൻഷനില്ല, വയറുവേദന ഉണ്ട്. നേരത്തെ മധുരം കഴിച്ചെന്റെ. അതൊന്നല്ല, പെരുമാറ്റത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ? അതെ, ഇപ്പൊ ഇവിടെ ആരുമില്ല, സാധനോട് ഇരിപ്പുണ്ട്. ഒന്നടിച്ചോ ടെൻഷൻ മാറും. എനിക്കെങ്ങും വേണ്ട, നിങ്ങക്ക് വേറെ പണിയില്ലാണ്ടാണ്. വെറുതെ ഇവിടെ പെണ്ണിട്ടാത്ത ഉടുക്കത്തെ കുടിയാണ്. അനി പറഞ്ഞാലും കാര്യമുണ്ട്. ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി, ഒരാളറിയില്ല ഒരു തരത്തിന്. അശോ, കാറ്ററിംഗുകാർക്ക് കാശ് കൊടുത്തിട്ടില്ല. ഞാനിപ്പോ വരാ. മറ്റേ കാര്യം രക്ഷപ്പെട്ട്. അനിയെ ഒരു കോക്ടെയിൽ റെഡി ആക്കി വെച്ചോ. അളിയനെ ഞാൻ പറഞ്ഞ സെറ്റ് ആക്കിയോളാം. അതിന് സാധനം എവിടെ ഇരിക്കുന്നു? സാധനം സ്ലാബിന്റെ അടി ഇരിക്കുന്നു. അതപ്പോ കൊണ്ടുവച്ചു. അത് ഞാൻ കൊണ്ടുവച്ചു. നീയൊക്കെ നേരത്തെ കണ്ട വല്ലതും ഉണ്ടാവില്ല. അളിയാ, മറ്റേ ഈ കുലിക്കണ സാധനം ഉണ്ടോ? നീ ഇവിടെ കുലിക്കൊണ്ടിരുന്നോ? ഇവിടെ ആമ്പിള്ളേരെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക. ഉള്ളത് വെച്ച് ചെയ്യടാ. അവന്റെ കുലിക്കണ സാധനം പ്രസവിച്ചു എന്ന് വെച്ച് സൗന്ദര്യം അങ്ങ് പോവില്ലേ? അവര് സിനിമാ നടിയല്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അവർക്ക് ശരീരവും സൗന്ദര്യമൊക്കെ നോക്കണ്ടേ? ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിലേ ഞാനിതുപോലൊക്കെ ചെയ്താനെ. പ്രസവിക്കാനും നിക്കില്ലേ? പ്രസവിച്ച തള്ളി പറയണേ. എന്താ കുഴപ്പം? എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നാ. ഞങ്ങള് വല്ലപ്പോഴും കാണുന്നവരല്ലേ. ഓ കറക്റ്റ് അല്ലേ? പെണ്ണിനെ ഒന്ന് കണ്ടേച്ചു വരാം. അതെ, എന്താണ് ഇങ്ങോട്ടാണ് പറയാം. ഇരിക്കും. അറിയാ, ബെസ്റ്റ് ഇംപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നല്ല പറയാ. അത് രാത്രിയല്ലേ ടെൻഷൻ ഉണ്ടാവല്ലോ അല്ലേ? ടെൻഷൻ ഉണ്ട്. എന്താ ചെയ്യാ? ചെറുതടിച്ചാ മതി, ഒരു പ്രശ്നമില്ല. അതൊന്നും ശരിയാവൂല. മാറിക്കിട്ടോ. ആരമല്ലേ, ഞാൻ 3 അടിച്ചിട്ട് എന്റെ ഫസ്റ്റ് നൈറ്റിൽ കയറിയ. നിന്റെ പെങ്ങൾക്ക് ഒരു തരി പോലും കിട്ടിയില്ല. ബാത്റൂമിൽ കയറുക, മേലൊന്ന് കുളിക്കുക, പല്ലേക്കുക, 2 ഏലക്കായ ചോദിക്കുക, അത്ര ഉള്ള സംഭവം വേണോ? ഇതൊരാപ്പൂപ്പ സാധനല്ല, മെയ്ഡ് ഇൻ കാനഡ. കാനഡ?
ഒരു ഗ്ലാസ് എടുക്കുക, എന്നിട്ടായിരിക്കും ഒരു 60 ml. വേണ്ട 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 വേണ്ട. എന്നാ 30 ml ഒഴിച്ച്. 30 ml. ആരോമലേ, വെള്ളം അടിക്കുന്നവരോട് നിനക്ക് പുച്ഛമാണ് അല്ലടാ? എൻ്റെ ഒടുക്കത്തെ കുടി കാരണമാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തല്ലേ? ഉണ്ണിയളിയോ, നീ ഇങ്ങനെ കുലുക്കിയിട്ട് നടന്നു ബാക്കിയുള്ള രാത്രി ആഘോഷിക്കുന്നുണ്ടെന്നല്ലേ? വിഷമിപ്പിച്ചുട്ടാ. അതിലേക്കൊരു ഓറഞ്ച് പിഴിയ, അതിലേക്കൊരു ഐസ് ക്യൂബ് കൂടി ഇടുക. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് വെച്ച് മിക്സ് ചെയ്ത് കുറച്ച് ആപ്പിള്, കുറച്ച് മുന്തിരി, കുറച്ച് പൈനാപ്പിള്, 1 ടീസ്പൂൺ നല്ല തേൻ, പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ബാക്കി പറയാ. എന്നിട്ട് അതെടുത്തിട്ടൊരു ഒറ്റ വലി. അളിയാ, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ശരിയാവില്ല, ചുറ്റുള്ളൊക്കെ കാണാം. ഫസ്റ്റ് നൈറ്റ് ആണ്. എന്റെ ആരോഗ്യത്തിന് തോക്കെയാണോ? ഇതിൽ കണ്ടന്റ് കൂടുതലാണെങ്കിലും മദ്യം കുറവല്ലേ? ഫ്രൂട്ട്സ് അല്ലേ കൂടുതലും. സേഫാണ്. സേഫ് ആണല്ലേ? സെറ്റല്ലേ? സെറ്റ്. അളിയാ, അടുക്കള കേല് എല്ലാം സെറ്റ് അവിടെ. അല്ല, അമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മയും കുമ്മിയൊന്നും അറിയില്ലാന്ന്. ഇത് പാൽ കുടിക്കുന്ന പോലെ ഒരാളറിയില്ലാന്ന്. അന്ന് 2 ഗ്ലാസ് പാൽ കുടിച്ചാ മതിയാ? എന്തൊട്ട് കുട്ടിയുണ്ടോ പോലെ അളിയാ? ഇത് കുടിച്ചാ ഈ ഇലക്ക് വെച്ചാൽ മതിട്ടാ. കോളിസ്വൽ അമ്പളിക്ക് വേണ്ടി പറഞ്ഞ അടിക്കാല്ലേ? പിന്നെ ചെല്ല്. എന്താ കരിക്കിരിക്കണ്ടോടെ? കരിക്കാ? നാടൻ സാധനം കൂട്ടിരിക്കാനാ. ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഇപ്പൊ റെഡിയാക്കി. ഓക്കെ. പോയിക്കോ. മുഖത്ത് നല്ല കുരുണ്ടല്ലോ മോളെ. ഇച്ചിരി പേരേല അരച്ചിട്ടാ മതി, വേഗം പോകും. ഞാൻ വിചാരിച്ച നല്ല മുടിയുണ്ടെന്ന് കേട്ടോ. ഇത് മൊത്തം തിരുപ്പനായിരുന്നല്ലോ. ഒട്ടുമില്ല. ആപ്പിളും മുന്തിരിക്ക കാക്കോത്ത് കൊണ്ടുപോയാ? അമ്പിളി, നീ കഴിച്ചാ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചടാ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ, വീട്ടിൽ മോള് ഒറ്റയ്ക്കാടാ. ഇത് പിടിയിറക്കാങ്ങട്. നീ എന്താ ഏലക്കാന്നല്ലേ? ഞാനപ്പോ ഏലക്കാന്ന് പറഞ്ഞു. നീ പറഞ്ഞു വീട്ടില് രക്ഷപ്പെട്ടല്ലേ? എടിമാരെ ഞാനങ്ങ് പോവാണേ, അങ്ങ് വന്നേക്കണേ. കൊച്ചൊറ്റയ്ക്കാ വീട്ടിലേ. ഒരുത്തരം മൂക്കിലടിച്ചുള്ളത് പാലളകി എന്നുള്ളത് ഉറപ്പാ. വീട്ടിൽ വന്ന് വാച്ച് നോക്കിയപ്പോണ്ടല്ല ചില്ല് പൊട്ടിട്ട് കട്ട ചോര. എന്നാലും ചേട്ടൻ എന്തൊരു മണ്ടന, ഇടിക്കാൻ പോകുമ്പോ ആരെങ്കിലും വാച്ച് കിട്ടുമോ? അതൊക്കെ ഊരി വെച്ചിട്ടുണ്ട് പെടയ്ക്കാൻ. എന്ത് പരിപാടിയാണത്? ഒരടിക്ക് തീരെയില്ല, 2 അടിക്ക് തികയില്ല. അങ്ങനെ അയാളോ അയാളുടെ ഒരു ഒടുക്കത്തെ മൊട്ട സിബി. എനിക്ക് പണ്ടേ അറിയാളൂടാ. ഇപ്പൊ അയാളെന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നു. അയാൾക്കെന്നെ അറിയാൻ പാടില്ല. അയാളെനിക്ക് ഇടിക്കണോടോ. ജോൺസന്റെ വിത്തല്ലേ ഉണ്ണിയളിയാ? ഇങ്ങനെ നീ എങ്ങോട്ടേ പോന്നേ? അതമ്മ ഉണ്ണിയളിന്റെ എന്തെങ്കിലും കാണിക്കട്ടെ. അതെ, അമ്പിളി അവിടെ റൂമിൽ കാത്തിരിക്ക. നീ അങ്ങോട്ട് പോയേ. അമ്പിളി വന്നിട്ട് കൊറേ നേരമായോ? ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. അമ്പിളിയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റി പെണ്ണ് കാണാൻ നേരത്തെ ആരും പറഞ്ഞില്ല. നൈസ് കോമഡി. കണ്ണു പിടിക്കണല്ലോ. താങ്ക് യു. എന്തിനാണ്? അല്ല,
ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഈ സാരി ഉടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോകാൻ പറ്റൂ. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ. അവർ ഫുൾ ടൈം ഓണാ. ചേച്ചിക്ക് വേണ്ടേ? എനിക്കങ്ങ് വേണ്ട. എനിക്ക് സാധനത്തിന് മണ ഇഷ്ടമല്ല. കുറേ നേരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അമ്പിളിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. എനിക്ക് മനസ്സിലാവണില്ല. അളിയൊന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എടാ അത് രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പിളി ചിലപ്പോൾ ചോദിക്കും പ്രേമുണ്ടായിരുന്നോ സെറ്റപ്പ് ഉണ്ടായിരുന്നോ. ഒന്നും വിട്ടു പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഇനി അവളോട് വേണമെങ്കിൽ ചോദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞ അതൊരു ബോണസാ. ഈ ഉണ്ണിയളിയൻ പ്രേമം ഉണ്ടായിരുന്നോന്ന്? ഞാനോ? നെവർ. യു ലക്കി. ഇത് പറയാനാണ് ഇത്ര നേരം എടുത്തേ? എന്തത്? എന്നാ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ആര്? സുജിത്ത് വാസു. ബിജിത്തോ? സുജിത്ത് വാസു. എന്തിനാണ് കരയണത്? ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാന്ന് അറിയാം അവനെ പ്രേമിച്ച്. പക്ഷെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കും. ഫസ്റ്റ് നൈറ്റിൽ ശവത്തെ കുത്തല്ലമ്പളി. ആരോമലേട്ട, എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്താ അവന്റെ പേര്? സുജിത്ത് വാസു. എന്ത് വാസു? സുജിത്ത് വാസു. ആപ്പിൾ മുന്തിരി ഓറഞ്ച് മെയ്ഡ് ഇൻ കാനഡ. ആരോമലേട്ടനെ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. അമ്പിളി ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ട് ഇവിടെ കിടന്നോ? ചാച്ചിക്കോ? എനിക്ക് കാണുന്ന സുജിത്തിനെ. ആ കാണാം. ഇപ്പൊ കാട്ടിത്തരാട്ടാ. കാട്ടിത്തരാം. ബോണസ് ഇട്ടിട്ടാ, ബോണസ് ഇട്ടി. അമ്പിളി അറിഞ്ഞടിച്ചത് അമ്പിളി കുമ്പിളി അതൊന്നും അല്ല. ഒരു ഉരുളായിട്ട് പറയാ. എഴുന്നേറ്റേ ഇങ്ങോട്ട് വന്നേ. എന്താ വന്നേ ഇങ്ങോട്ട്. എന്താ പ്രശ്നമാവും? അമ്പിളി കുടിച്ചാക്കി പ്രശ്നമോ ഇന്ന്? നമ്മുടെ അമ്പിളി കുടിക്കോ? നിങ്ങൾ എനിക്ക് വേണ്ടി കുടിക്കാൻ ഓറഞ്ചും ഐസ് ക്യൂബും നന്നാരി സർവത്തൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കിയില്ലേ? അതാരെന്റെ മുറി കൊണ്ട് വെച്ചത്? ഞാൻ ചോദിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കുടിക്കാനായി ഉണ്ടാക്കിയ സാധനം എന്റെ മുറിയിൽ ആരും കൊണ്ടുവച്ചത്? ഞാൻ. മോളെ ശ്രീകുട്ടി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ മോളെ. ഇവിടെ വെച്ചാ ശരിയാവില്ലോട്ടാ. നിന്നോട് അടുക്കളയിൽ വെക്കാനല്ലേ പറഞ്ഞേ? അടുക്കളയിൽ വെച്ച് ആരെങ്കിലും എടുത്ത് കുടിക്കണ്ടെന്ന് സേഫ് ആക്കി ഞാൻ റൂമിൽ കൊണ്ടുവച്ചല്ലോ. എന്നിട്ട് നീ അളിയനോട് പറഞ്ഞാ? ഞാൻ സാധനം വെച്ചൊന്ന് പുറത്തുനിന്ന് അളിയനെ കാണിച്ചില്ലേ? ഇങ്ങനെ സാധനം ഉള്ളിരിപ്പുണ്ടെന്ന് ഇങ്ങനെ കാണിച്ച അളിയ ഇങ്ങനെ മുറി എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളോ. ഞാൻ പിന്നെ എങ്ങനെ കാണിച്ചത്? താങ്ങണ്ടല്ലേ, ചോറായി പോയി. അളിയനോട് വന്നേ. ഒരു പെഗ്ഗല്ലേ അടിച്ചുള്ളോ? അത് ഒരു വെള്ളം കൊടുത്ത് ശരിയാക്കാം. വെയിറ്റ്. ഞാനിങ്ങനെ കറക്റ്റായി കാണിച്ചു കൊടുത്തിരുന്നു. മനസ്സിലാവുന്നിട്ടാ. നീയപ്പത് കുടിച്ചില്ലേ? ഞാൻ അടുക്കളയിലുള്ള ഏതോ ജ്യൂസ് എടുത്താ കുടിച്ചത്. അതൊന്നുമല്ല പ്രശ്നം. അളിയൻ ചോദിച്ചിട്ട് അവൾ എന്റെ അടുത്ത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനില്ലെന്ന് പറഞ്ഞു. അതല്ലേ സത്യം. അപ്പൊ നീ തിരിച്ചു ചോദിച്ചില്ലേ? എന്തിനാ ചോദിക്കണത്? അതിനു മുമ്പേ അവള് പറഞ്ഞു അവൾക്കാരെ ഇഷ്ടമുണ്ടെന്ന്.
ഓഹ് ഈ എക്സ്-ലവറിന്റെ കേസ് അമ്മ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാ? ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ നൈസായിട്ട് ഇവിടെ മുറി കിടത്തിട്ട് പോന്നേക്കണത്. അല്ല അത് മൊത്തം കുടിച്ചായിരുന്നു. മൊത്തം കുടിച്ചോ പാതി കുടിച്ചോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അവൾക്കിപ്പോ സുജിത്ത് വാസുവിനെ കാണണം. ഉണ്ടാവും നിന്റെ ഒരെണ്ണം എടുക്കാൻ. അപ്പൊ മൊത്തം കുടിച്ചു. പണ്ടാറടങ്ങാൻ വന്നിട്ട് വാങ്ങിയോട്. അടിപൊളി ദിവസമായിരുന്നു. ആ മൂടാ പോയി. അളിയാ ഏതാ പുതിയ സുജിത്ത് വാസു? എന്റെ ഫസ്റ്റ് നൈറ്റ് കൊള്ളാക്കാൻ വന്ന ഏതൊരു പ്രാന്തൻ. ഏതാ അവന്റെ ഏരിയ? അത് ചോദിക്കാനല്ലേ നമ്മളങ്ങോട്ട് പോണത്. സുജിത്ത് വാസുവാണോ? ഇത് വേറെ വൃത്തിയിട്ടോൻ. എന്തൊരു വൃത്തിയിട്ടന്മാരാണ് ഈ ലോകത്ത്. എന്തൊരു ക്രൗഡ്. മരുന്നിടത്ത് വെച്ച് കാണാം. ഇവരോട് പറഞ്ഞ നീ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. ഒന്നവിടെ നിന്നേ. നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചേ? എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങളോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒട്ടുക്കത്തെ ഒരു കുടി. നിങ്ങളല്ല ഈ പെങ്കൊച്ചിന് കള്ളു കൊടുത്തേ? ഞാനെന്നാ ഇവനെ കൊടുത്തത്. ഞാനൊന്നുമില്ല. അളിയനാണ് കോൺഫിഡൻസ് വരും ഒരെണ്ണം അടിക്കാൻ പറഞ്ഞത്. അതാണ് അമ്പിളി എടുത്ത് വിഴുങ്ങിയത്. ഇല്ല അമ്പിളി? എന്റെ അജിയെ നിങ്ങളെ അത് ചെയ്യുള്ളൂ. സ്വന്തം ആദ്യരാത്രിക്ക് മൂക്ക് മുട്ട കുടിച്ചു വായനാറ്റം കൊണ്ട് കയറി വന്ന മനുഷ്യനല്ലേ നിങ്ങൾ? എന്നിട്ട് താറ കടന്നല്ലേ നിങ്ങൾ ഉറങ്ങിയത്? നോണക്കഥ പറഞ്ഞ് ചതിക്കരുന്നല്ലേ? ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റോ? ആര് സമാധാനം പറയും? എന്റെ അമ്മ ഒരു സ്മോൾ അവന് കൊടുത്തെന്നുള്ള സത്യന്. പക്ഷെ കൊച്ചു കയറി കഴിക്കുന്ന നമുക്കറിയില്ല. ഇതിനെന്തൊക്കെ പറ്റിയ നീ സമാധാനം പറയോ? എല്ലാരും തൂകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നോക്കട്ടെ. ഞാനും വരാം. നോക്ക്. ഇതൊരെണ്ണം അടിച്ചിട്ടുള്ള മൂടൊന്നല്ലടാ. അതെ എടുത്തോ. ബെഡ്റൂമിൽ കിടത്തിക്കോ. ഞാൻ പൊടിവെള്ളം കലക്കിട്ട് ചെല്ലി ഇവിടെ തരാം. ചെല്ലിക്കുടി എന്തിനാ? ടോറി കൂടി തന്നാ മതി. പറഞ്ഞേക്ക്. അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? ചേച്ചി നമുക്ക് കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ? അല്ലാണ്ട് എല്ലാരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്തിനാ? അമ്മായി ഇവിടെ മോരിപ്പുണ്ടാ? അവന്റെ മോര്. കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് എന്തായാലും നടക്കില്ല. അടുത്ത ദിവസം നോക്കാം. എന്റെ ദൈവമേ, ഞാൻ അപ്ലൈ പറഞ്ഞു ഇതൊന്നും വേണ്ടാന്ന്. ഇരിക്കണ ഇരിപ്പുണ്ടില്ല എന്റെ അമ്പിളി. ഇവളീ പറയുന്ന സുജിത് വാസുവിനെ നിനക്ക് അറിയോ? വല്ലത് പറഞ്ഞിട്ടുണ്ടോന്ന്? ആരെ എനിക്കറിയാൻ പാടില്ല. അളിയനെ അറിയോ? ഞാൻ കേട്ടിട്ടും കൂടി ഇല്ലേ. കൊച്ചേ ആരേ സുജിത് വാസു? അബേ ഉണ്ണിളിയൻ ചോദിക്കും. ഉണ്ണിളിയാ ചോദിക്കും. അമ്പിളി അന്ത പയ്യൻ സുജിത്ത് വാസു യാര്? சொல்லுங்க അമ്പിളി, ഉണ്മയെ சொல்லுங்க. അവള് തമിഴത്തി അല്ലടാ. അയ്യോ നീയൊക്കെ കലക്കി കൊടുത്ത സാധനം കുടിച്ച് വന്ന അവസ്ഥയാണ് അവന്റെ. അന്ത പയ്യൻ സുജിത്തും വാസുക്കാരാ? അച്ഛനും മോനായിരിക്കും. നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാ? ഇഷ്ടത്തിലായിരുന്നോ? വന്നിട്ട് മാവച്ചെന്താണ്. എല്ലാം പോയി. എല്ലാം പോയി. സിമി കുറച്ച് വെള്ളം എടുക്കും. ഒരു നാരങ്ങ. നിന്റെ കല്യാണത്തിന് ആരെ വിളിച്ചില്ലേലും നീ എന്നെ വിളിക്കണം. ഒരു കുപ്പി എടുക്കണം. ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തീർന്നു. എന്റെ പൊന്നിട്ട് നീ കാണിക്കണം. നീ എന്നെ കൊള്ളാൻ കൊണ്ട് നടക്കണം മനുഷ്യൻ. ഞാൻ ഇവിടുത്തെ പ്രശ്നം ഒന്ന് തീർക്കട്ടെ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ നീ വിട്ടോ. ശരി. ആരാണ് 10 കൊച്ചിന് കണ്ണു കൊടുത്തേ? ഇനി കുഴപ്പമില്ല. അമ്മ ഞാൻ അമ്മാവന്റെ ചിച്ചിരി ചുണ്ടി എന്റെ കൊച്ചിനെ ലോചനാണ് കണ്ണു കൊടുത്തേ? നിങ്ങളാണ് ലോചന കണ്ണു കൊടുത്തേ? ആരാണ് ലോചന കണ്ണു കൊടുത്തേ? നീയാണ് കണ്ണു കൊടുത്തേ? മോൻ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താലോ? ഇല്ല. അല്ല എന്തെങ്കിലും കലക്കി കൊടുത്തോ കൊച്ചിന്? ഇല്ല. എന്തെങ്കിലും അമ്മാവാ ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ തന്നെ കൊച്ചു വിഷമിച്ചിരിക്കുകയാണ് വെറുതെ കള്ളുടിച്ചിട്ട്. നിങ്ങളിങ്ങനെ നടന്നോ? നിങ്ങളിങ്ങനെ എല്ലായിടത്തും തള്ളി നടന്നോ? അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഞാൻ ഈ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞാ എന്തായി?
അയ്യോ ഒന്നുമില്ലെന്നേ, ഒരു പ്രശ്നമില്ലെന്നേ. പിള്ളേർക്കേ ഇവിടെ കുടിക്കാൻ കുറച്ച് ആൽക്കോൾ വെച്ചു, മോൾ അത് അറിയാതെ എടുത്ത് കുടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ 3 നേരം ആൽക്കോൾ ആണല്ലോ നിങ്ങളുടെ പിള്ളേര് കഴിക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? എന്താ നിനക്ക് വേണ്ടത്? സുജിത്ത് വാസുനെ കാണണം. എന്താ എനിക്ക് സുജിത്ത് വാസുനെ കാണണം അച്ഛാ, ഇപ്പൊ തന്നെ കാണണം. എന്താ മോളെ നീ പറയുന്നത്? ആരാ കൊണ്ടുപോവാ അച്ഛാ. കറക്റ്റ് ടൈമിൽ ഷെൽഫ് എടുക്കണല്ല. കീ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അളിയച്ചല്ലേ? അതെ, എല്ലാവരും കേൾക്കാൻ പറയാം. ഇവിടെ കെട്ടിക്കൊണ്ട് നേട്ടം മണിക്കൂർ എത്രയേ ഉള്ളൂ. ആ നേരം കൊണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ കൊച്ചിനെ കുടിപ്പിച്ചെടുത്തില്ലേ? നമ്മളെ കുടിപ്പിച്ചല്ല, അവളാണ്ട് മാറി കുടിച്ചതാ. ഓഹോ, അങ്ങനെ ആയിരുന്നല്ലേ? കേട്ടില്ല എല്ലാവരും? മാറി കുടിച്ചാന്ന്. എങ്ങനെ മാറി കുടിച്ചു? അതോ മാറ്റി കൊടുത്തതോ? എന്താ മിണ്ടാത്ത പുട്ടിപ്പോ? പറ, പറയാത്തതാ മിണ്ടാത്ത പുട്ടിപ്പോ? ചേട്ടാ, ചേട്ടാ അങ്ങോട്ട് മാറിയിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നീ അങ്ങോട്ട് മാറി നേടിയെന്നോ? ഇവിടെ മൊത്തം കുടിയന്മാരാ, ഫുൾ കുടിയന്മാരാ. കള്ളും കുടിച്ച് കുടുംബത്തിൽ കയറിയെന്ന് അനാവശ്യം പറയരുത്. ഓ, ഞാൻ പറയുന്ന അനാവശ്യം. എവിടെ നമ്മളെ മരുവാൻ? നീയാണോ മരുവൻ? മരുമോനെ സത്യം പറ, മരുവൻ കുടിച്ചിട്ടുണ്ടോ? ഒരു വെളിവുള്ള ആള് കൂടെ ഉള്ള സത്യം പറവനെ. എന്താ പറ്റിയ? അമ്മാവ എനിക്ക് കുടിക്കാനേ. എനിക്ക് എന്താ കുടിക്കണോ? എനിക്ക് കുടിക്കാനായിട്ട്. നിനക്ക് കുടിക്കാൻ വേണ്ടിട്ട് എല്ലാം അമ്മച്ച് കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ അല്ല, എനിക്ക് കുടിക്കാൻ ഉണ്ണിയളിയനാണ്. ആണോ? കേട്ടില്ല? എല്ലാവരും കേട്ടോ? നിങ്ങളെ മരുമോൻ പറഞ്ഞ കേട്ടോ? എനിക്കറിയാം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്കറിയാം. എന്റെ മോളുടെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കാനല്ലേ? അല്ലേ? അവൾ ആരോ പേര് വിളിച്ചു പറഞ്ഞപ്പോ അത് കുറ്റം അല്ല, അത്രയല്ലേ ഉള്ളൂ. നീ കൂടെയല്ല എന്റെ കൊച്ചിന് കണ്ണുകളൊക്കെ കൊടുത്തേ. അത് ഇവൻ മാറി കുറിച്ചായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലെ കംപ്ലീറ്റ് പെമ്പിള്ളേരുടെ പേര് ഇവൻ പഠിച്ചു പറയൂലായിരുന്നോ? പറയൂലായിരുന്നോ? പറയും. അതുകൊണ്ടല്ലേ എന്റെ കൊച്ചിനെ നിങ്ങൾ കല്ല് കളക്കി കൊടുത്ത. അവളെ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവക്ക് കുറ്റം. നിങ്ങൾ അതിന് മനഃപൂർവ്വം കണ്ണു കൊടുത്താലും അറിയണം. എന്നിട്ട് ഈ സുഖേച്ചിനെ ഇവിടുന്ന് പോകുള്ളൂ. നിങ്ങൾ എന്തിനാ എന്റെ കൊച്ചിനെ കള്ളു കളക്കി കൊടുത്തു? അത് പറ. അതെ, ഈ ഇരിക്കുന്ന സാധനത്തിന് എടുത്തോണ്ട് ഇവിടുന്ന് പോയേ. പിന്നെ അമ്പിളി എന്റെ മോളാ, അവൾക്കുള്ള പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നമുക്കൊന്ന് സംസാരിച്ചിട്ട്. വേണ്ടെന്നേ, നിങ്ങളിപ്പോ ഇവിടുന്ന് പൊക്കോ. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നാളെയും പരിഹരിക്കാലോ. അവൾ പോയി കടന്നുറങ്ങട്ടെ. അങ്ങനെ ഇപ്പൊ പോവാൻ പറയുമ്പോ പോവാൻ പറ്റും? എന്റെ കൊച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ? വേണ്ട, നിങ്ങളെ ഇവളെയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. എന്നിട്ട് അവള് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് ഇവിടുന്ന് പോയാ മതി. എന്തേ ഇയാൾ എടുത്തോണ്ട് പോവാൻ നോക്ക്. നീ എന്നെ കൊണ്ടുപോയി. അത് പിന്നെ ചേട്ടന്റെ കൊറേ നേരായിട്ടാ നീ മനസ്സിലായ മിണ്ടാണ്ടിക്കണ്. മനസ്സിലായ? നീ ഞങ്ങളുടെ ചെക്കനെ തൊട്ടപ്പോഴും വെച്ചേ. അമ്മ വണ്ടി പറഞ്ഞ അമ്പക്ക് പോയി കിടന്നോ. നീക്കോട്ടാ പോടോ.
നീ അവളെ കൊണ്ട് റൂമിലേക്ക് പോയേ. വാ മോനെ, വിളിച്ചോണ്ട് പോ. അമ്പിളി വാ. അജയ അതൊന്ന് ഡീൽ ചെയ്തേ. പിടിക്ക്. അവനുണ്ടല്ലോ, അവൻ എന്നെ ചതിച്ചു. അവനൊരു നാറിയ. എനിക്ക് അവനെ കാണണം. ആരെ? സുജിത്ത് വാസു. അല്ല അമ്പിളി, അത് പെട്ടെന്ന് എനിക്ക് അവനെ കാണണം. അതെ, ഈ ചതിച്ചു എന്ന് പറയുന്നത് വയറ്റിലെങ്ങാനും ഉണ്ടെന്നാണോ? അമ്പിളി വാ, നമുക്ക് മുറി പോയിട്ട് എനിക്ക് അവനെ സംസാരിക്കാം. ഇന്ന് തന്നെ കാണണം. നിനക്ക് ആരാ വേണ്ടേ? വാ, ഞാൻ കൊണ്ടുപോവാം. അവള് പറയുന്ന കേട്ടില്ലടാ. അമ്മ ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് വന്നേ അമ്മ ഒന്ന്. ആ വയറൊന്ന് മാറ്റി വെക്ക്. അമ്മ ഇവിടെ നടക്ക്. എന്ത് ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. അമ്മ എവിടേക്കാണ് കാര്യം പറയണത്? എടാ, നീ അവള് പറയുന്നത് കേട്ടില്ലേ? അവളെ ഒരുത്തൻ ചതിച്ചൂന്ന്. അതെ, എനിക്ക് ഇന്ന് സത്യാവസ്ഥ അറിയണം. അമ്മയത് അവള് തമാശക്ക് വെള്ളടിച്ചിട്ട് പറയണതാണ്. ഒന്ന് ഷവറിന്റെ അടിയിലിട്ടാ തീരാവുന്ന പ്രശ്നമുള്ളൂ. നീ എല്ലാ ദിവസവും അവളെ ഷവറിന്റെ അടിയിലിടുവോ? ഇല്ലല്ലോ. ഇതേ ഞാനായിട്ട് ആലോചിച്ച് നടത്തിയ കല്യാണ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അമ്പിളി മോളെ, ഈ ചതിയൊക്കെ എത്ര വലിയ സംഭവമാണോ? എന്നെ 3 ആള് കല്യാണത്തിന് മുന്നേ ചതിച്ചുള്ള. എന്നിട്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടാ? ആ 3 പേർക്ക് വല്ല കുഴപ്പമുണ്ടാ? എല്ലാവർക്കും സുഖമായിട്ട്. അതെ, എന്റെ കൂടെ ആരാ വരുന്ന വെച്ചാ വേഗം റെഡി ആയിക്കൊള്ളണം. ഇപ്പൊ തന്നെ പോണം. അജിതേ, അവർക്ക് കുറച്ച് പുളിവെള്ളം കൊടുത്ത് വേഗം വണ്ടി കയറ്റാൻ നോക്കും. ഇത് പുളിവെള്ളത്തിലൊന്നും തീരുമാനം. തീരുമാനമായി. ഓൾ ഈസ് വെൽ. ആ ഉണ്ണിളിയാ, ഞാനേ ഇവിടെ ഒരു പടിഞ്ഞാറേപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിക്കണ്ട്. നിങ്ങളിപ്പോ അങ്ങനെ വരോ? എന്താ നടക്കണത്? ഒന്നും പറയണ്ട, അത് വലിയ കഥയാണ്. ഞാൻ അമ്മക്ക് ചെറുതായിട്ടൊരു മോട്ടിവേഷൻ കൊടുത്തേണ്. എന്നെ വഴിയിലിറക്കി വിട്ട്. നീ അവിടെ തന്നെ നിന്നോട്ടാ. 3-3.5 മിനിറ്റ്. സജീവാ, അത് നടക്കില്ല. ചെക്ക വരട്ടെ. അമ്മയിലെ സമയത്ത് അവരൊക്കെ ഓണം തണ്ടിക്കാൻ നിൽക്കും. അച്ഛാ കൊടുത്ത വണ്ടി എടുക്ക്. നമ്മുടെ പെങ്ങളുടെ പേരിലുള്ള വണ്ടിയാണ്. സൂക്ഷിച്ചൊക്കെ ഓടിക്കണോട്ടാ. മതി മതി. ഓണാക്കടാ. ഇതിനി മുന്നോട്ട് പോകാൻ തോന്നില്ല ചേട്ടാ. ചാവി കേറുന്നില്ല. നീ വന്നിട്ടെ. കണ്ട കേറുന്നില്ല. കള്ളുടിച്ചോണ്ടാ നീ? ഏയ് കള്ളുടിച്ചിട്ടേ? കുറച്ച് ബീർ കഴിച്ചിട്ടുണ്ട്. കുറച്ചുള്ളൂ. എന്തോരം? ഉല്ലാസാ? 2 രൂപയാ? 3 രൂപയാ? നോണ പറഞ്ഞ നാട്ടക്കവൻ. ഓടാ. സജീവ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടാ ഈ പഞ്ചായത്തില്? പറ്റിയ ആള് മനോജേട്ടനാ. രാത്രി തേങ്ങ മോഷണമുണ്ടോ? ലേറ്റായി കളിയാ. നീ കറക്റ്റ് ടൈമിലാ വന്നിട്ട്. ഇതെന്താ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്? നീ അതങ്ങോട്ട് ഇട്ടെ. നമുക്ക് അമ്പിളി വീട് വരെ ഒന്ന് പോണം. മനോജേ, നീ എപ്പോ വരാന്നോട്ട് പോയേ? ചെന്തെങ്ങിന്റെ കൊല കിട്ടണ്ടേ അളിയാ? നിന്റെ അവിടെ ഇതാ ചെന്തങ്ങ്. ആ, നീ വണ്ടി എടുത്തേ. വന്നേ, ആ സൈക്കിൾ നടത്ത് മാറ്റി വെച്ചേ. കേറ്. പിടിക്കടാ, ബാക്കിൽ നിന്ന് പിടിക്കും. എന്റെ പുത്തങ്കാവിലമ്മേ. എങ്ങനെയാ, ഡെയിലി അടിയുണ്ടോ? ആ, പലപ്പോഴും. ഇത് നല്ല പവറുള്ള സാധനമാണെന്ന് തോന്നണ്ടല്ലേ? എടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരൊറ്റ പെക്കടിച്ചു കഴിഞ്ഞാൽ ഒരു 2-2.5 പെക്കടിക്കുന്നതിന്റെ ഒരു എഫക്റ്റാ. പെട്ടെന്ന് അയ്യോ, അടുത്ത മാറണം. 3-4 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കിടക്കും. അളിയൻ അളിയൻ അളിയൻ. സാഗറേ, അളിയൻ ഞാനിത് ലൂബിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുക. നമുക്ക് അടിക്കണ്ടേ? എന്തൊട്ട് സാധനം നീ കൊണ്ടേ? അടിപൊളിയായിരുന്നല്ലേ? ഈ കല്യാണ വീട്ടിലെ സമാധാനങ്ങൾ എന്തിനാ? എപ്പോ? അതിന്റെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ പോണേ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ടാ. അന്ന് അളിയൻ പോയിട്ട് വന്നിട്ട് നമുക്ക് അടിക്കാം. അടിക്കണല്ലേ? ഇപ്പൊ തന്നെ സമയം കുടുംബം ഉണ്ടാക്കണോട്ടാ. ശ്രദ്ധിച്ചോ നീ. നീ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് സജീവേട്ടാ, നിങ്ങളെ തേങ്ങ എടുത്ത് ചമ്മന്തി അടിച്ചു. സജീവ, എന്താ പ്രശ്നം? നീ കൊണ്ടുവന്ന സാധനം തന്നെ കൊള്ളാട്ടാ. ട്രിപ്പ് മിസ്സായല്ലോ. നീ സിംഗറിന്റെ കരിക്കും കൂട്ടി പറഞ്ഞ അടിക്കാം. അവന്മാരെ സാധനം അടിച്ച് തീർത്തെന്ന് തോന്നുന്നു. അതാണ് ഈ പ്രശ്നമല്ല.
വീര്യം കൂടിയ സാധനം അടിച്ച് എല്ലാവർക്കും വട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും തീർന്നല്ലേ? എന്റെ പൊന്നേട്ടാ, ഞാൻ ആ പിള്ളേരുടെ അടുത്ത് മര്യാദക്ക് അടിച്ചിട്ടിരുന്നല്ലേ? ഇപ്പൊ അതുമില്ല ഇതുമില്ല. ഇപ്പൊ വേറെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാടാ. പിന്നെ ഈ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ? എവിടെ നിന്ന് കിട്ടാൻ? നീ ഒന്ന് അടങ്ങിക്കേ. നീ ഓസിന് മൂഞ്ഞാൻ വന്നവനല്ലേ? അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അല്ല. ആ ഈ ബിവറേജൊക്കെ എന്തിനാണോ രാത്രി 9 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്? എന്താ അമ്മയുടെ പ്രശ്നം? അമ്മയുടെ പ്രശ്നമൊക്കെ ഞാൻ പറയാ. 3.5 മിനിറ്റ് ഉണ്ട് പറ്റിച്ച്. പിന്നെ വരുന്നില്ലേ? തലയിൽ കൂടി ചാടിക്കയറാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങാണ്ട് പണ്ടാറും സെപ്റ്റിക് ആയി കഴിഞ്ഞാൽ അവള് സുൽത്താസിന് കെട്ടും. നീ വരുന്നുണ്ടോ? ആ ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട. എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. അമ്മ അതല്ല, നമ്മൾ അവിടെ ചെന്നിട്ട് ഇവൾ അവനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, വരണ്ടാന്നേ. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവല്ലോ. നമ്മളെ അവളെ വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് തിരിച്ചു പോരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരോമലിന്റെ കാര്യം ആലോചിക്കണ്ടേ? എടി, വേറെ ഒരുത്തനെ മനസ്സിലുകൊണ്ട് നടക്കുന്ന ഒരുത്തിയുടെ കൂടെയാണോ എന്റെ മോൻ ഇനി ജീവിക്കേണ്ടത്? പറ. അതല്ല, എന്നാലും അതെ, എന്റെ മോനെ ഇവള് പോയ വേറെ പെണ്ണിനെ കിട്ടു. അത്രേ ഉള്ളൂ. അമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവനെ തല്ലണം. അവൻ എന്നെ ചതിച്ചു. എടി കൊച്ചേ, നീ കൊറേ നേരെ ചതിച്ചു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇവളോള് സുജിത്ത് വാസു. അമ്മ വെറുതെ ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യും. വണ്ടി അങ്ങോട്ട് ഒതുക്ക്. വണ്ടി ഒതുക്കുന്നേ. ഒതുക്കമ്മേ വണ്ടി. അമ്പിളി, നീ കാര്യങ്ങൾ ഞങ്ങളോട് കൃത്യമായിട്ട് പറ. അവൻ ചതിച്ചു ഇവൻ ചതിച്ചു എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എന്താ നടന്നേന്ന് പറ. പറയാം, പക്ഷെ ചിലപ്പോ പറഞ്ഞു തീരുമ്പോ നേരം വെളുക്കും. കുഴപ്പമുണ്ടോ? നീ ആ നടന്ന കാര്യം എന്താന്ന് മാത്രം ഒന്ന് ചുരുക്കി പറ. പറയാം. ഞങ്ങൾ ഇഷ്ടത്തിലായിട്ട് ഏകദേശം ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഒരു ദിവസം അവൻ എന്നെ ഫോൺ ചെയ്തു. ആ പറ സുജി. എവിടെയത്? ഞാനേ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്. ഇവിടെയോ? നിന്റെ വീടിന്റെ ബാൽക്കണി ഇതന്നല്ലേ? അയ്യോ, പതുക്കെ വന്നാ മതി. എവിടെ എവിടെ? അയ്യോ എടാ, എന്താ ഇവിടെ? ആൾക്കാരും എല്ലാം കാണും. ഒന്ന് പോ. പെട്ടെന്ന് താഴേക്ക് വാ, സംസാരിച്ചിട്ട് പോവാ. എടാ, വീട്ടുകാരൊന്നും ഉറങ്ങിയിട്ടില്ല. നീ എന്താ പരിപാടിയെ കാണിക്കുന്നേ? ഇത്ര പേരെ വന്നല്ലേ, ഒന്ന് സംസാരിച്ചിട്ട് പോവാ. താഴേക്ക് പാടോ. എന്തിനാ? ഒന്ന് വാടോ. ഞാൻ അവിടെ പുറകിലുണ്ടാവും. നീ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യേ. ഞാൻ പയ്യെ അടുക്കള വാതില് വഴി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീടിന്റെ പുറകിലൊരു ചായപ്പില്ലേ, കണ്ടിട്ടില്ലേ ചായപ്പ്? അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കയറി. എന്താ സംസാരിക്കാം? ഇവിടെ ആൾക്കാർ കാണും. എടാ, എന്താണ്? അച്ഛനമ്മയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇവിടുന്ന് വേഗം പോണം. ഇവിടെ ഇനി ആരും വരാനൊന്നും പോകുന്നില്ല. എടാ, കാര്യം പറ നീ. കാര്യം എന്തൊന്നും അറിയാത്ത പോലെ. ഹലോ, താൻ വരില്ലെന്ന് ഞാൻ വിചാരിച്ചത്. അതെനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നോട് എത്ര കാലമായിട്ട് ഞാൻ റൂം വയ്ക്കണേ. എന്തൊരു ശബ്ദം കേട്ടില്ലേ നീ? ഞാൻ കണ്ടില്ല. നീ അവിടെ നിന്ന് ആരുമില്ല. സുജിത്ത്, എനിക്ക് പേടിയാവുന്നു. ഞാൻ പോയി നോക്കാം. അയ്യോ പോലെ, എനിക്ക് പേടിയാവുന്നു. കുഴപ്പമില്ലടി, ഞാൻ നോക്കാം.
എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. ചേട്ടാ ഇവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ടതാ, നോക്ക്. ഇതാണ് പരിപാടി അല്ലേ? ഒന്ന് വേഗം വാ. എന്തൊരു ബഹളം കേട്ട്? ഞാനും കേട്ടു. അല്ല നീ എന്താ ഇവിടെ? ഞാനും ബഹളം കേട്ടു. നമുക്ക് പോയിട്ട് നോക്കിട്ട് വരാ. അളിയാപ്പോ വണ്ടി അതവിടെ ഇരിക്കട്ടെ. വാ. തന്നപ്പടി വരുന്നുണ്ടല്ലോ. എല്ലാവരും ഉണ്ടോ? ഈ പാതിരാത്രി നേരത്തെ ഇവളുടെ അടുത്ത് ഒരുത്തൻ ഇറങ്ങി ഓടിട്ടുള്ളൂ. ഇപ്പൊ സുധേട്ടോ എല്ലാം ഇറങ്ങണ്ടാ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ല എനിക്കൊരു സംശയം. നിന്നോട് ആരെങ്കിലും ഈ മുറിയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോടി? കണ്ടാ പറയാൻ എന്താ നിന്നെ നാക്കിറങ്ങിപ്പോയോ? അന്ന് അവിടെ കൂടിയ നാട്ടുകാരുടെ കൂട്ടത്തിൽ അവനെ കണ്ടത് അതെനിക്കൊരു ഷോക്കായിരുന്നു. അവനൊന്നും മിണ്ടാതെ ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് പോയി. അവൻ പോയി അങ്ങ് ദൂരെ പോയി.